ഭാരതീയ ന്യായശാസനയുടെ സ്പിരിറ്റിനും എതിരായിട്ടുള്ള ഒന്നാണ്. ഈ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ളതാണ് ഭാരതീയ ന്യായശാസന പുതുക്കിയ ഇന്ത്യൻ ക്രിമിനൽ കോഡ്, അതായത് ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ തന്നെ, അതുതന്നെയാണ് വകുപ്പായിട്ട് ചാർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തും തുടർന്ന് അറസ്റ്റ് ചെയ്തത്. അതായത് ഇത് പോലീസ് നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് യുവതിയെ തിരിച്ചറിയും വിധം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരാമർശം നടത്തി. അവിടെയാണ് പ്രശ്നം. തിരിച്ചറിയാവുന്ന വിധം, തിരിച്ചറിയാൻ പാടില്ല. അതിജീവിതകളുടെ പേര് അതിജീവിത എന്ന് നമ്മൾ ഇട്ടിരിക്കുന്നത്, ആ പേര് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് അവർക്ക് സമൂഹത്തിൽ വലിയ പ്രയാസങ്ങൾ ഈ പറഞ്ഞതുപോലെ ഉണ്ടാക്കും, പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ലംഘിക്കും വിധം ഇത്രയും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പഠിച്ച ഒരാൾ പറയും, വിദ്യാഭ്യാസം ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ ഇതിലും കുറച്ചുകൂടി സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ, അവിടെ പഠിച്ച ഒരാൾ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യുക്തിസഹവുമല്ല, യുക്തിഭദ്രവുമല്ല. അതിൻ്റെ പേരിലാണിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് തുടർന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ എല്ലാ മൊബൈലുകളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം പൗഴിക്കോണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിൽ നിന്ന് എല്ലാം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.